ക്രിസ്റ്റഫർ മഗ്വയർ സംവിധാനം ചെയ്ത പുതിയ ടോം ക്രൂയിസ് ചിത്രമാണ് മിഷൻ ഇമ്പോസിബിളിന്റെ ഫൈനൽ ചാപ്റ്റർ എന്ന് പറയപ്പെടുന്ന മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ്. അപ്പോൾ സിനിമ ഇന്നലെ റിലീസായി, ഫസ്റ്റ് ഷോ കണ്ടു. അപ്പോൾ ടോം ക്രൂയിസിന്റെ ഫാൻ എന്ന രീതിയിൽ, ഒരു മിഷൻ ഇമ്പോസിബിൾ സീരീസിന്റെ ഫാൻ എന്ന രീതിയിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ഉള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഈ സിനിമ കൂടുതലും ഒരു ഇമോഷണൽ കണ്ടന്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭാഗമായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തില് സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഡയറക്റ്റ് ആക്ഷനിലേക്കും ചേസുകളിലേക്കും അങ്ങനെ പോകുന്ന ഒരു മിഷൻ ഇമ്പോസിബിൾ പാറ്റേൺ ഉണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഒരു ഇമോഷണൽ അപ്രോച്ച് തന്നെയാണ്. അപ്പോ ഈ സിനിമയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഈ സിനിമ രണ്ട് രീതിയിലുള്ള അഭിപ്രായം വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത് ഇതൊരു ഫിറ്റിംഗ് ഫിനാലെ ആണ് ഈ ഒരു സീരീസിന്റെ എന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല എന്നും രണ്ട് രീതിയിൽ അവരുടെ അഭിപ്രായം നമുക്ക് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊരു ഫിറ്റിംഗ് ഫിനാലെ തന്നെയാണ്. കാരണം ഈ കൂടുതലും ഇവർ ഈ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്ന മിഷൻ ഇമ്പോസിബിളിന്റെ മുൻ മിഷനുകളുമായിട്ടുള്ള കണക്ഷൻസും അതിലത്തെ ക്യാരക്ടേഴ്സിന്റെ അവരുടെ റിലേറ്റീവ്സിന്റെ എൻട്രി, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിന്റെ വേറൊരു ഷെയ്ഡ്, അവര് അന്ന് അതെന്താണ് ഉദ്ദേശിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് കണക്ഷൻസ് ഈതാൻ ഹണ്ട് എന്നുള്ള ക്യാരക്ടറിനേക്ക് ഇമോഷണലി അദ്ദേഹത്തിലേക്ക് ആ ക്യാരക്ടേഴ്സ് എത്തുന്നു, അദ്ദേഹത്തിന് ആ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇതിലത്തെ സീക്വൻസുകൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ പകുതി ഏകദേശം ഒരു സിനിമയുടെ ഒരു പകുതിയോട് അടുക്കുന്നത് വരെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് ആ സിനിമയെ കുറിച്ചുള്ള ലൊക്കേഷൻസും സിനിമയിൽ എന്താ നടക്കുന്നുള്ള എക്സ്പ്ലനേഷൻ, കൂടുതൽ ഡയലോഗ്സിലൂടെയുള്ള എക്സ്പ്ലനേഷൻസ് ആണ് പോകുന്നത്. അപ്പോൾ ആ സീനുകളുടെ നന്നായിട്ട് ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കറിയാം, വേൾഡ് സിനിമയിൽ തന്നെ ആക്ഷനിൽ ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ടോം ക്രൂയിസ് എന്ന് പറയുന്നത് തന്നെ വേൾഡ് സിനിമയിലെ ആക്ഷന്റെ ഒരു ഐക്കണായിട്ട് നമ്മൾ കാണുന്ന അദ്ദേഹത്തെ വളരെ എന്താ പറയാ, ഒരു ഫിറ്റിംഗ് ആയിട്ടുള്ള ട്രിബ്യൂട്ട് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ്, പഴയ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അതുപോലെ തന്നെ സീനുകൾ മാഷപ്പ് പോലെ പഴയ സീനുകൾ കാണിക്കുമ്പോഴും ആ ഇമോഷൻ ശരിക്കും നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഈ മിഷനിൽ തന്നെ ഒരാൾക്കും വളരെ ഫേവറേറ്റ് പലരുമായിരിക്കും. എനിക്ക് ഫോളോ ഔട്ടാണ് എന്റെ ഈ സീരീസിലെ ഏറ്റവും ഫേവറേറ്റ് മൂവി. പക്ഷെ ഒരു കാലത്ത് പലർക്കും അഭിപ്രായ വ്യത്യാസമുള്ള MI2 ആ സിനിമ ഉണ്ടാക്കിയ ഓളത്തിലാണ് ശരിക്കും ഈ ഫ്രാഞ്ചൈസിലേക്ക് മിഷൻ ഇമ്പോസിബിൾ ആദ്യ പാർട്ട് കഴിഞ്ഞിട്ട് മിഷൻ ഇമ്പോസിബിൾ MI2 എന്ന പടത്തിലുള്ള സ്റ്റണ്ടുകൾ ഒരുപക്ഷെ നമ്മുടെ ബോളിവുഡിലടക്കം ഒരുപാട് ലാംഗ്വേജുകളിൽ അനുകരിക്കപ്പെട്ട ആക്ഷൻ രംഗങ്ങളുള്ള സിനിമയാണ്. അപ്പൊ അതിൽ നിന്ന് ഈ ക്യാരക്ടറിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതിനൊപ്പം തന്നെ ഒരു പുതിയ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട് കൂടി ഈ സിനിമ പറയുന്നുണ്ട്. അത് കൂടുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോയിലർ ആയി പോകും. പക്ഷെ അദൃശ്യനായ ഒരു ശക്തിയോട് എതിരെ വാർ, എന്താണ് നോ വാർ, അങ്ങനെയുള്ള ഒരു പ്രത്യേക തലത്തിലുള്ള ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സും ഈ സിനിമ നമ്മളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആണ് സ്ക്രീൻ പ്ലേ എന്ന് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഈതാൻ ഹണ്ടിന്റെ അദ്ദേഹത്തിന്റെ ആക്ഷൻ, ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ചെയ്ത ആക്ഷൻ എനിക്ക് തോന്നുന്നില്ല വേറൊരു താരത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിന്റെ ഓട്ടത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐക്കോണിക് ആയിട്ടുള്ള ടോം ക്രൂസിന്റെ എല്ലാ മൊമെന്റ്സും ഈ സിനിമയിലുണ്ട്. പിന്നെ എടുത്തു പറയാവുന്ന ഇപ്പൊ പല സിനിമകളും നമുക്കറിയാമല്ലോ, ഇപ്പൊ ബുർജ് ഖലീഫ സീൻ, അല്ലെങ്കിൽ ഓരോ സിനിമയിലും അങ്ങനെ ചില പ്രത്യേക ഐക്കോണിക് മൊമെന്റുകളുണ്ട്. ഇതിലത്തരത്തിൽ ഒരു അണ്ടർ വാട്ടർ സീൻ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു എന്താണ് സബ്മറൈനകത്ത് ചെയ്യുന്ന ആ ഒരു ശരിക്കും എഡ്ജ് ഓഫ് ദ സീറ്റ് മൊമെന്റ് തന്നെയായിരുന്നു ആ സീരീസ്. അതിൽ അദ്ദേഹത്തിന്റെ പ്രകടനം, ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഗംഭീരമായിട്ടുള്ള ആക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എയറിൽ നിന്നുള്ള ഒരു ഫൈറ്റ്. എന്തുകൊണ്ടാണ് ടോം ക്രൂസിന് ഇത്തരം ആക്ഷൻ കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അത്ര ത്രില്ലാവുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇതില് വളരെ ചെറിയ സുരക്ഷാ സംവിധാനം ഉപയോഗിച്ചിട്ട് 90% റിയൽ ആയിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ആക്ഷൻസ് ഷൂട്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകതയും. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഫാൻസിനെ ആഘോഷിക്കാനുള്ള മൊമെന്റുകളൊപ്പം തന്നെ ഒരു വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ഒരു കൺക്ലൂഷനിലേക്ക് വളരെ നല്ല ഇമോഷണലായി. എന്നാൽ ആക്ഷൻ പാക്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അപ്പൊ ഒരുപാട് ആക്ഷൻസ് പ്രതീക്ഷിക്കുന്ന MI ഫാൻസിന് നിരാശയാണെങ്കിലും ആ ഒരു ക്യാരക്ടറിനെ, അദ്ദേഹത്തിന്റെ ഇമോഷൻസിനെ കൺവേ ചെയ്യുന്നതിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. ആ ഇമോഷണൽ അപ്രോച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെയധികം ടച്ചിങ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ആ ഇമോഷണൽ അപ്രോച്ച്, ഈ ഒരു നമ്മുടെ ഒരു ചെറുപ്പകാലത്തെ മനോഹരമാക്കിയ ഒരു ഹോളിവുഡ് ആക്ടർ ആ ഒരു കാലത്തിലേക്കുള്ള തിരിച്ചുപോക്ക് പോലുള്ള സീനുകളും അതിലത്തെ കഥാപാത്രങ്ങളുടെ റീ എൻട്രി എല്ലാം കൊണ്ട് ഈ സിനിമ ഫൈനൽ റെക്കോർഡിംഗ് ഒരു അപ്പീലിംഗ് സിനിമ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കാണുക, അഭിപ്രായം താഴെ പങ്കുവയ്ക്കുമല്ലോ. താങ്ക് യു.